എന്തിനാണ് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ പകുതി പോയിട്ട് തിരിച്ചു വരുന്നത്? മഹാദേവൻ എന്ന് പറഞ്ഞാല് ജനനവും മരണവും ഇല്ലാത്തതാണ് അല്ലെ? ബ്രഹ്മം, സദാശിവം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ് അർത്ഥം. ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മമാണ് ശിവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സംഖ്യ 1 ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയാലോ ആ ഓ വരെ പോവും അല്ലെ? സോമസൂത്രം ലംഘയേതെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ അത് ഒന്ന് ഗംഗ അവിടെ അത് കൂടിയാണ് ഒഴുകുന്നതെന്ന് പറയും. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ്, മഹാദേവന്റെ ആ ഭാഗത്തെത്തി. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്ക് അനന്തതയെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമോ? അതിരില്ലാത്തതിനെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റും. ഇപ്പം നമുക്ക് അച്ഛനെ പ്രദക്ഷിണം വയ്ക്കണം, അച്ഛൻ ഓടി നടന്നാൽ പോലും പ്രദക്ഷിണം വയ്ക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്ന് ഒരു ആകൃതി ഉള്ളതിനല്ലേ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റും. അനന്തതയെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഓ വരെ എത്തുമ്പോൾ നമ്മൾ പറയുകയാണ്, ഭഗവാനെ നിന്റെ അനന്തതയെ എനിക്ക് മനസ്സിലാവുന്നു, നിന്നെ പൂർണ്ണമായിട്ട് എനിക്ക് പ്രദക്ഷിണം വയ്ക്കാൻ ഞാൻ നിസ്സഹായിയാണ്. അതുകൊണ്ട് തിരിച്ചു വന്ന് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ തൊഴുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാത്തിലും ഈ സങ്കല്പം ഉണ്ട്. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.